ഒരു 8 മണിക്ക് കണ്ടുമുട്ടണ 2 സുഹൃത്തുക്കള് അവിടുന്ന് പിന്നെ അവരുടെ ഒരു ജേണിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് എന്താ പറയാ, അത് സത്യം പറഞ്ഞാൽ ഡെന്നിയുടെ ഭാഗ്യം എന്ന് പറയാം. കുറെ കാര്യങ്ങൾ ഷൂട്ടിലായാലും നടത്തിയ ഞങ്ങൾ 3 ദിവസം അല്ലടാ 3 ദിവസം ഷൂട്ട് നടത്തിയത് ഞങ്ങൾ വിചാരിച്ച പോലെയുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ അതേപോലെയുള്ള സിറ്റുവേഷൻസ് അങ്ങനത്തെ അനുകൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം കുറച്ചല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അപ്പൊ അത് എല്ലാം ബാറ് ഞങ്ങൾ ഷൂട്ട് ചെയ്തതായാലും പെരുന്നാള്, പിന്നെ ഞങ്ങൾ ആ ബണ്ടിൽ ഷൂട്ട് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബാക്കിൽ ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്നായിരുന്നു പടക്കം പൊട്ടിച്ചത്. പിന്നെ ഓൾറെഡി തന്നെ പൊട്ടി തുടങ്ങി അവിടെ. 4 പള്ളിയിൽ പെരുന്നാളായിരുന്നു. ഞങ്ങൾ കുറച്ച് സെറ്റ് ഇട്ടത്. അതായത് ഡെന്നിക്ക് ഇപ്പൊ ഈ അതിൽ കാണുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിമിന് വിട്ടിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ആ ഷൂട്ട് ചെയ്തെടുത്തുള്ളതിൽ അതിൽ ഇയാള് ഡെന്നി തന്നെ തലേദിവസം വന്നിട്ട് 2 ദിവസം മുൻപ് വന്നിട്ട് ചിറ്റലപ്പള്ളി പള്ളി ഞങ്ങളുടെ പെരുന്നാൾ അന്നായിരുന്നു. അപ്പൊ തലേദിവസം വന്നിട്ട് ഡെന്നി പറഞ്ഞു, രാട്ടാ എനിക്കിത് ഇവിടെ സെറ്റ് ഒന്ന് കാണണം, എങ്ങനെയാണ് മുമ്പ് തീരുമാനിച്ച വേറൊരു ചർച്ച ആയിരുന്നു. ആക്ച്വലി ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടർ അവിടെ ഉണ്ടോന്നുള്ളത് ഒന്ന് നോക്കണം. രാട്ടൻ വീട്ടിലുണ്ടാവില്ലേ, 2 അടിക്കാണ്ട് അവിടെ നിന്നോളാം, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അത് ചെന്നപ്പോ വെച്ചാല് ഭയങ്കര ഡ്രൈയാ. അപ്പോ ഡെന്നി ബായി പറഞ്ഞു, അല്ല അതെ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യണ്ട, ഒളജി പെരുന്നാൾക്ക് വന്നു. എന്ത് രസാ, അനുകൂല സാഹചര്യം ബിറ്റ പറഞ്ഞില്ലേ. അതായത് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോ അകലെ വേറൊരു പെരുന്നാളിന്റെ ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കണം. അതൊക്കെ അതാണ് ആ ലോങ്ങില്. അപ്പൊ ഡെന്നിയോട് ചോദിച്ചു, ഞങ്ങളാരും ചെയ്യിപ്പിച്ചതല്ല. പിന്നെ ഞങ്ങൾ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ സത്യത്തില് പള്ളിയിൽ ഈശ്വരന്റെ അടുത്ത് മാത്രമേ പെർമിഷൻ എടുത്തിട്ടുള്ളൂ. പള്ളിയുടെ കോമ്പൗണ്ട് ഉള്ളിലൊന്നും പോകുന്നുണ്ടായിരുന്നില്ല, പുറത്ത്. പക്ഷെ ആ സാധനത്തിന്റെ ഉള്ളിൽ കൂടെ നമ്മളത് പോയപ്പോ അവിടെ പോലീസുകാരുണ്ട്, പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. അവര് നല്ല ഇതായിട്ട്. ഇപ്പൊ നമ്മുടെ ഇതിൽ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, സനൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അവൻ ബൈക്കുമൊക്കെ ഈ പി വിളിക്കുമ്പോ ഇങ്ങനെ മുകളിലേക്ക് എന്നിട്ട് പോകില്ലേ, ഇത് അങ്ങനെ കാണിച്ചിട്ട് മറ്റേ ഒരു കോമിക്കൊക്കെ കാണിച്ചിട്ടാണ് അവൻ ബൈക്കും വരുന്നത്. അപ്പൊ ഈ പോലീസുകാരെ അവിടെ ടീമുകളൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെയുണ്ട്, ഹെൽമെറ്റ് ഇല്ല ഒന്നുമില്ല. അല്ല അവര് നോക്കി എന്നിട്ട് അവർക്ക് മനസ്സിലായി ക്യാമറ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ നടക്കുന്നപ്പോ അപ്പൊ ഞാനുണ്ട്, ആക്ച്വലി ആളുണ്ട്, സിയാറുണ്ട്. അപ്പൊ ഇങ്ങനെ അതിലൊന്നിനോട് പേര് അത് മറ്റേ അങ്കമാലി ടീച്ചറായിട്ടാണ്. അപ്പൊ ഞങ്ങള് പറഞ്ഞ ചെറിയ ഷൂട്ടാണെന്ന്. അപ്പൊ അവര് പിന്നെ അവരും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് എല്ലാം കൊണ്ടും പിന്നെ ഭയങ്കര ഗുണമായിട്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തതാണോ? നോർമലി ചെയ്യാറ്, പക്ഷെ അല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരുപാട് ഒരു സാധനത്തിന് സീൻ കംപ്ലീറ്റ് നമുക്ക് അറിയാം എങ്ങനെ ഇതാണ് കണ്ടന്റ് വരുന്നത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതി. നമുക്കത് പെരുന്നാളിന് പള്ളിപ്പറമ്പിൽ ഇറങ്ങാന്ന് പറഞ്ഞു, അതൊരു കളറ് പരിപാടി.